ഹായ് ഓൾ, വെൽക്കം ടു PSC കറണ്ട് അഫെയർസ്. അപ്പം നമ്മൾ കറണ്ട് അഫെയർസിന് കുറേ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് 2024 കേരളത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസ് ഫാക്ട്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യനിലോട്ട് തന്നെ കിടക്കാം. ഇത് PSC ബുള്ളറ്റിൻ്റെ ഒരു പേജാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. കേരളമായിട്ട് 2024 കേരളത്തിൽ നടന്ന ഇൻസിഡൻസ് കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? കുറുമാട്ടി. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രമായിരുന്നു കുറുമാട്ടി. അവരിപ്പോൾ അടുത്തിടയ്ക്ക് അന്തരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം വായിച്ചേ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രക്തസാക്ഷിത്വ ദിനമാണ് 150ാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് നമ്മൾ 2024 ജനുവരിയിൽ ആചരിച്ചത്. നമുക്കറിയാം നവോത്ഥാന നായകന്മാരിൽ ആദ്യമായിട്ട് രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയാണ് ആറാട്ട് വേലായുധ പണിക്കർ. അച്ചിപ്പുടവ സമരമൊക്കെ നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിന് 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ ആചരിച്ചത്. അടുത്ത ചോദ്യം നോക്കിയേ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. കുമാരനാശാനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വരികളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ തീർച്ചയായും നമ്മളത് നോക്കിക്കൊണ്ട് തന്നെ പോകണം ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും. അപ്പം അദ്ദേഹത്തിൻ്റെ 100ാം ചരമവാർഷികമായിരുന്നു 2024 ആചരിച്ചത്. അടുത്ത പദ്ധതി നോക്കാം. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1 കെ സ്മാർട്ട്, കേരള സ്മാർട്ട് എന്നറിയപ്പെടും, പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കെ സ്മാർട്ട്, കേരള സ്മാർട്ടിൻ്റെ ഫുൾ ഫോമും കൂടെ എന്താണെന്ന് അറിയണ്ടേ? കേരള സ്മാർട്ട് എന്താണെന്നറിയാമോ നമുക്ക്? ഇപ്പം ഒരുപാട്, അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കി വരുന്ന ഒരുപാട് സേവനങ്ങൾ എല്ലാം കൂടെ ഒറ്റ ആപ്പിലൂടെ ആക്കിക്കൊണ്ട് വരുന്ന സംവിധാനമാണ് കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഫുൾ ഫോം നമുക്ക് പറയാം. കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. കെ സ്മാർട്ട്, ഇങ്ങനെയാണ് കെ സ്മാർട്ട് എന്ന് എഴുതുന്നത്. കെ സ്മാർട്ട് കണ്ടോ? അപ്പോൾ ഇതിനകത്ത് കേരള നമുക്കറിയാം. അടുത്ത സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇത് 2024 ജനുവരി 1 ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ, അതായത് നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജനന, മരണം, വിവാഹ രജിസ്ട്രേഷനൊക്കെ നേരത്തെ ഓരോ സൈറ്റുകളല്ലായിരുന്നോ? അതുപോലെ ഈ ബിസിനസ് ലൈസൻസ് ഒക്കെ അനുവദിക്കുന്നതൊക്കെ ഓരോ സൈറ്റ് വഴിയായിരുന്നു. പക്ഷേ ഇതെല്ലാം ഇപ്പം ഒറ്റ കുടക്കീഴിലാക്കിക്കൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട്. അപ്പം എല്ലാം ഇപ്പം ഒറ്റ പ്ലാറ്റ്ഫോം വഴിയാണ് നടപ്പിലാക്കുന്നത്. കേരള സ്മാർട്ട്, കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അടുത്ത ചോദ്യം നോക്കുക. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്നത് ഓൾറെഡി ചോദ്യങ്ങൾ വന്നതാണ്, നമ്മൾ കണ്ടത്. കൊല്ലം ആണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരത നേടുന്ന ജില്ല. അതുപോലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നഗരസഭയാണ്
ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നത്. മറ്റേത് ഭരണഘടനാ സാക്ഷരതയാണ് കൊല്ലം, ഇത് ഡിജിറ്റൽ സാക്ഷരതയാണ്. അടുത്ത് നോക്കിയേ, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏത്? ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് മലയിൻകീഴ്. മലയിൻകീഴ് ഗ്രാമപഞ്ചായത്ത്. അതായത് നമ്മളൊന്ന് ഓർത്തിരിക്കാം, മലയിൽ അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഓൺലൈൻ വഴി, അതായത് മലയിലിപ്പോൾ വന്യജീവി മൃഗങ്ങളും ഒക്കെ ഭയങ്കര ശല്യമല്ലേ, നാട്ടിലിറങ്ങി അക്രമമൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഓൺലൈൻ വഴി വീട്ടിലിരുന്ന് ഗ്രാമസഭ സംഘടിപ്പിച്ചിട്ടുണ്ടാവാമെന്നൊന്ന് ജസ്റ്റ് ചുമ്മാ തമാശ പോലെ ഒന്ന് ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇതൊന്ന് കേട്ടാലും മതി. പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ നിങ്ങൾക്കത് ഉറപ്പായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിക്കോളും. മലയിൻകീഴ്, തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴാണ് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്ക്. ഫറോക്ക്, കോഴിക്കോട് ജില്ലയിലെ ഫറോക്കാണ് ആദ്യ ദീപാലംകൃത പാലം. അടുത്ത ചോദ്യം, രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാവുന്ന കേരളത്തിലെ നഗരം കൊച്ചിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെയാണ് AI ഉച്ചകോടിക്ക് വേദിയാവുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേരെന്ത്? NK ദേശം, N കുട്ടിക്കൃഷ്ണപിള്ള, അതിൽ തന്നെ ഉണ്ട് NK ദേശം, NK, കെയിലാണ് കുട്ടിക്കൃഷ്ണപിള്ള ഇരിക്കുന്നത്, പിന്നെ ഒരു ദേശം ചേർക്കുക. N എന്താണ്? N തന്നെ. K എന്താണ്? കുട്ടിക്കൃഷ്ണപിള്ള. അപ്പോൾ N കുട്ടിക്കൃഷ്ണപിള്ളയാണ് NK ദേശം. അടുത്ത ചോദ്യം നോക്കൂ. G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ്, കൊച്ചിയിലാണ്. G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G സ്മാരകം, G കൊച്ചി, G സ്മാരകം കൊച്ചി എന്ന് ഓർത്തിരിക്കുക, മറൈൻ ഡ്രൈവ്. അടുത്ത 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ്. അത് കേട്ടോ, എല്ലാത്തിനും ഒരു കെ ഉണ്ടല്ലോ ഇപ്പോൾ. കെ ലിഫ്റ്റ്, LIFT. അതിൻ്റെ ഫുൾ ഫോം നോക്കി, കേരള അല്ല, കെ എന്ന് പറയുമ്പോൾ ഇത് കുടുംബശ്രീ ആട്ടോ, മറ്റേത് കേരള എന്ന് നോക്കില്ല, എനിക്കിപ്പോൾ മിസ്റ്റേക്ക് വന്നേനെ. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. എന്തിനാണിത് ലക്ഷ്യം വെക്കുന്നത്? 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കുന്ന ഒരു സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കെ ലിഫ്റ്റ് 24. കെ ലിഫ്റ്റ് 24 ഇത് 2024 ആരംഭിച്ചതുകൊണ്ടാണ് 24 എന്ന് വന്നേക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം മറക്കല്ലേ. ഫുൾ ഫോമൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് PSCയുടെ ഒരു ട്രെൻഡാണ്. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇതിൽ തന്നെ 2 ഉത്തരവുണ്ട്. ഒന്ന്, മികച്ച ടൂറിസം വില്ലേജ് ഏതായിരുന്നു? കാന്തള്ളൂർ. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജിയാണ്. വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. വരയരങ്ങ്. ജിതേഷ് ജി വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. ഈ കാന്തല്ലൂർ വില്ലേജ് ഇടുക്കി ജില്ലയിലാണേ, ഇടുക്കി ജില്ലയിൽ. അതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത് നോക്ക്, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരമാണ് കാപ്പാട് കടൽത്തീരത്തിന് കിട്ടിയ അവാർഡിൻ്റെ പേരാണ്, അതായത് ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ്. ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക്.
അതിൻ്റെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റാണ് കോഴിക്കോട് കാപ്പാട് കടൽത്തീരത്തിന് കിട്ടിയത്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. അടുത്ത് നോക്കൂ, കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. അരകവ്യൂഹം PG വിദ്യാർത്ഥിയുടെ മ്യൂസിക് ബാൻഡാണ്, അതായത് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. അടുത്ത നോക്കൂ, 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് 36ാമത്തെ ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡ്. കാസർഗോഡ്. അടുത്ത് നോക്കൂ, കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ. മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. കണ്ടോ? അടുത്ത് നോക്കൂ, ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. നമുക്കറിയാം, ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഓർമ്മക്കുറവാണ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. അത് ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഓർമ്മക്കുറവാണെന്ന് അറിയാവുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ ഉത്തരം എഴുതാൻ പറ്റും. ഓർമ്മത്തോണി. അടുത്ത, ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. സ്നേഹഹസ്തം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതാണ് സ്നേഹഹസ്തം. മനസ്സിലായോ? ആരാണ് സ്നേഹത്തോടെ കൈനീട്ടി കൊടുക്കുന്നത്? അതാണല്ലോ സ്നേഹഹസ്തം. വനം വകുപ്പാണ്. ആർക്കാണ്? ആദിവാസി ജനതയ്ക്ക്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക, സ്നേഹഹസ്തം. അടുത്ത് നോക്കൂ, ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. അതിൻ്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ് എന്നാണ്. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ തരം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയ നാമം എങ്ങനെയാണ്? അഗസ്ത്യഗാമ എഡ്ജ്. അഗസ്ത്യഗാമ എഡ്ജ്. മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. അതായത് മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർക്കിനി ഒറ്റ ഔദ്യോഗിക സ്ഥാനപ്പേരാണ് നൽകിയേക്കുന്നത്. പുതിയ നിയമം വന്നതാണ്. സിവിൽ ജഡ്ജി എന്നാണ് അവരെ ഇനി തൊട്ട് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കൂ, ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദിയാണ് തൃശ്ശൂർ. 2024 ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള വേദി തൃശ്ശൂർ. തൃശ്ശൂരിനെ കുറിച്ച് ഒരു കറണ്ട് അഫെയർ ഫാക്ടോടെ പറയുക. കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നതും തൃശ്ശൂർ തന്നെയാണ്. ആദ്യ റോബോട്ടിക് പാർക്ക് തൃശ്ശൂരാണ്. അടുത്ത് നോക്കൂ, കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ആചരിച്ചത്. എന്നായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്? 1924 മാർച്ച് 30 ആരംഭിച്ചത്. 1925 നവംബർ 23 ആയപ്പോഴത്തേക്ക് അത് അവസാനിക്കുകയുണ്ടായി. നമുക്കറിയാം, TK മാധവനൊക്കെ നേതൃത്വം കൊടുത്ത വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം നോക്കൂ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനമാണ് 346 രൂപ. 346 രൂപ. കണ്ടോ? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346 രൂപ. ഏറ്റവും കൂടുതൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേതനം അനുവദിച്ചിരിക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാന.
അത് ഓർത്തിരിക്കണേ. അടുത്ത നോക്കി, 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ലയാണ് എറണാകുളം. ആഭ്യന്തര സഞ്ചാരികൾ, അതായത് വിദേശികളൊക്കെ ധാരാളം വന്ന് സന്ദർശിച്ചു പോയ ജില്ല എറണാകുളമാണ്. 700-ലേറെ വർഷം പഴക്കം ചെന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. ഈ അടുത്തിടയ്ക്ക് വട്ടെഴുത്ത് കണ്ടെടുത്ത ക്ഷേത്രമാണ് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. അടുത്ത് നോക്കാം, മൊത്ത ജില്ല മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷക വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ ആദ്യ ജില്ല. എന്താ പ്രത്യേകത? മൊത്ത ജില്ല മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷക വരുമാനം രേഖപ്പെടുത്തുന്ന, അതായത് അവരുടെ ജില്ലയുടെ അടിസ്ഥാനത്തിൽ പ്രതിശീർഷക വരുമാനം കണക്കാക്കി അങ്ങനെ നടത്തുന്ന ആദ്യത്തെ ജില്ലയാണ് എറണാകുളം. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി എൻ മേനോൻ. അവരുടെ പടമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയായിരുന്നു ലക്ഷ്മി എൻ മേനോൻ. ഓർത്തിരിക്കണേ, ലക്ഷ്മി എൻ മേനോൻ. അവരാണ് ആദ്യത്തെ കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോയ വനിതാ അംഗം, മന്ത്രിയായ വനിതാ അംഗം. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് DC കണക്റ്റ്. ഈ DCയിൽ കണക്ട് ചെയ്യണം, ഡിസ്ട്രിക്ട് കളക്ടർ. മനസ്സിലായോ? അതായത് ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്ന പരാതിയല്ലേ DC കണക്റ്റ്. ഡിസ്ട്രിക്ട് കളക്ടർ കണക്ട് ചെയ്യുക, ഡിസ്ട്രിക്ട് കളക്ടറെ കണക്ട് ചെയ്യുക. ഓക്കെ. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. അപ്പം ഈ മയക്കുമരുന്നിന് അങ്ങനത്തെ കുറേ പരിശോധനകളും ഓപ്പറേഷനുകളും ഒക്കെ ഉണ്ട്. അത് ഓരോരുത്തർക്കുണ്ട്. ഇപ്പം ഇത് നമ്മൾ പറയുന്ന പോലീസിൻ്റെയാണ്. അതിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് പോലീസിൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക. ഡി ഡ്രഗാണ് ഉദ്ദേശിക്കുക. മയക്കുമരുന്ന് എന്നൊക്കെ പറയുമ്പോൾ ഡ്രഗ് അല്ലേ, അതിനു വേണ്ടി പോലീസുകാരാണ് ഹണ്ട് ചെയ്യുന്നത് എന്ന് ഓർത്താൽ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് നമുക്കിവിടെ ഓർത്തിരിക്കാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കൂ. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. അതിഥി തൊഴിലാളികളല്ലേ, അവരെ നമ്മൾ എപ്പോഴും ചങ്ങാതികളായിട്ട് വേണ്ടേ കാണാൻ. ആരാണ് നടപ്പിലാക്കുന്നത്? കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴിയാണ് നടപ്പിലാക്കുന്നത്. സർക്കാരിൻ്റെ പദ്ധതി തന്നെ സാക്ഷരതാ മിഷൻ വഴിയാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ പേര് ചങ്ങാതി. ആർക്ക് വേണ്ടിയുള്ളതാ? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാൻ. മലയാള ഭാഷ എന്നെങ്കിലും ഓർത്തിരിക്കാം. ചങ്ങാതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. എന്തിനു വേണ്ടിയാ മധുരം? വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിന്. വയോജനങ്ങളുടെ സൗഹൃദ അന്തരീക്ഷം, അവർക്കൊരു സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും അവരുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭയാണ്. അടുത്ത ചോദ്യം നോക്കുക. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും
രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ ഉണ്ടോ കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം അതാണ് അവിടുത്തെ വാക്ക്. ആരുടെയൊക്കെയാണ്? ആരോഗ്യ പ്രവർത്തകർ, ആശുപത്രികൾ, രോഗികൾ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഏതാണ്? കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഓർമ്മയുണ്ടോ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കറണ്ട് അഫെയർ ആണ്. നമ്മളെപ്പോഴും കറണ്ട് അഫെയർ പഠിക്കാൻ ഞാൻ പറയുന്നതാണ്. റിപ്പീറ്റ് ചെയ്ത് വായിക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കോഡുകൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അല്ലെങ്കിൽ നമുക്കെപ്പോഴും മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇടയ്ക്കെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മാത്രം മതി നമുക്ക് ഓർത്തിരിക്കാൻ. അടുത്തതിലോട്ട് കിടന്നാലോ? ഇപ്പോൾ ഒരു പേജ് നമ്മൾ തീർത്തിട്ടുണ്ട്, ഒരു പേജ്. അപ്പോൾ ഇനി അടുത്തൊരു പേജിൽ ഉള്ള കറണ്ട് അഫെയറുമായിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി, ഉറപ്പായിട്ടും മനസ്സിലിരുന്നോളും. അപ്പം ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.